മോര് നല്ലതാട്ടാ, കുടിക്ക്. സന്തോഷമാണ് കാരണമെങ്കിൽ കുറച്ച് മദ്യമാവും. മറിച്ച് ഇമോഷണലാണ് കാരണമെങ്കിൽ മോനെ അത് വേണ്ട. തമിഴ്നാട്ടിൽ നിന്ന് നീ വന്ന മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു, നിനക്കെന്ത് പറ്റി? കൂട്ടുകാരുമായിട്ട് നീ വഴക്കിട്ടു? വൈദ്യേശ്വരൻ കോവിലിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായോ? എന്താ സംഭവിച്ചത്? നീ അച്ഛനോട് പറ. திருமண பிராப்தம் இல்ல. அந்த பொண்ணுக்கு ஆயுசு ரொம்ப கம்மி. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ നിനക്ക് എന്താണെന്ന് അറിയാമോ? സംഭവിക്കാൻ സാധ്യതയുള്ളത്, പോസിബിലിറ്റീസ്, പ്രോബബിലിറ്റീസ്. ഡോക്ടേഴ്സ് പറയാറില്ലേ, സിംറ്റംസ്. രോഗം വരാൻ സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി പറയില്ലേ? സെയിം. അച്ഛാ, അയാള് പറഞ്ഞ കുറെ കാര്യങ്ങൾ ശരിയായിരുന്നു. ദാറ്റ് ഇസ് പാസ്റ്റ്. സംഭവിച്ചതിനെ കുറിച്ച് പറയുന്ന പോലെ അല്ല സംഭവിക്കാൻ സാധ്യതയുള്ളതിനെ കുറിച്ച് പറയുന്നത്. ഇറ്റ് ഇസ് സം സോർട്ട് ഓഫ് എ വാർണിംഗ്. ആദ്യം നിങ്ങൾ കല്യാണത്തിന് പോകണ്ടെന്ന് തീരുമാനിച്ചു, പിന്നെ ആ തീരുമാനം മാറ്റിപ്പോയി. അവിടെ ജ്യോത്സ്യരെ കാണാൻ താല്പര്യമില്ലാതിരുന്നിട്ടും കണ്ടു. താല്പര്യമില്ലാത്ത വിഷയങ്ങൾ കേട്ടു. വിധിയാണെങ്കിൽ, നടക്കേണ്ടതാണെങ്കിൽ നിങ്ങൾ പോകില്ല, കാണില്ല, കേൾക്കില്ല. നടക്കേണ്ടത് നടക്കും. അവിടെ പോയതും കണ്ടതും കേട്ടതും ഒക്കെ നിമിത്തങ്ങളാണ്. ദാറ്റ് മീൻസ് പോംവഴികൾ ഉണ്ടാവും. இவனை பிடிக்கணும். இப்படி தூக்கி போடுறோம், புரியுதா? ഓക്കെ സാർ. പോയാലോ സാർ? ഓക്കെ മാസ്റ്റർ. നമുക്ക് ഇതിന്റെ ഒരു മൂവ്മെന്റ് ടോപ്പ് പോയി നന്നായിരിക്കും. ഞാൻ അവിടെ നിന്ന് തരാം. മാസ്റ്റർ റെഡിയല്ലേ? റെഡി സാർ. പ്രിൻസ് റെഡി? റോൾ ക്യാമറ, റോളിംഗ് ആക്ഷൻ. ട്രെയിൻ അപ്പ്. Got it. മാസ്റ്റർ ഓക്കെ അല്ലേ? ഓക്കെ. റോമസ് അല്ലായിരുന്നു. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കേടാ. പ്രിൻസേ എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. വേറെ ഷോട്ട് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ, കാണാം. പാക്ക് അപ്പ്. ഓക്കെ, അടുത്ത നിങ്ങൾ തന്നെ വന്നേക്ക്, ഞാൻ പറഞ്ഞേക്കാം. അടുത്ത സ്കെഡ്യൂൾ കാണാം സാർ. എടാ, മൂർത്തിയാണ് ആളെ കുറിച്ച് പറഞ്ഞത്. നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം, എന്തെങ്കിലും പോംവഴി. ശരി. സൈക്കോളജിയിൽ എൻ്റെ പ്രൊഫസറായിരുന്നു ഡോക്ടർ മാത്യു സാർ. ബിലീവ് ഇൻ യു എന്ന് പറയുന്നത് മാറി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു കൂട്ടായ്മയാണ്. അവർക്കങ്ങനെ ഒരു റിലീജിയനുമായിട്ട് ഒരു ബന്ധവുമില്ല എന്ന് വെച്ച് ഒരു വിശ്വാസത്തിന് അവരെതിരുമല്ല. ഇൻഫാക്ട് ഓരോ റിലീജിയൻ്റെയും ഹിഡൻ സയൻസും അവർക്ക് വിഷയമാണ്. ഈ ബിലീവ് ഇൻ യു എന്ന കൂട്ടായ്മ തുടങ്ങിയത് മാത്യു സാറാണ്. ഓ, അത്ര ഉള്ള. ഞാൻ വിചാരിച്ച ഏതോ വലിയ മന്ത്രവാദിനെ കാണാനായിരിക്കുന്നു. മൂർത്തി, നമുക്ക് പോവാം. പുറത്ത് മാത്രമല്ല, അന്ധവിശ്വാസം നമ്മുടെ ഉള്ളിലുമുണ്ട്. അതിൽ പലതും ഈ റിലീജിയന്റെ കെയർ ഓഫിൽ വന്നുകൂടിയതാ. അതിൻ്റെ ദുരന്തം
ഞാനും ഒന്ന് അനുഭവിച്ചു. ചിലരുമായിട്ട് സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒന്ന് തർക്കിച്ചപ്പോൾ സ്വർഗം കണ്ടില്ല, പക്ഷെ നരകം കാണിച്ചു തന്നു. അതിൻ്റെ അത്യാവശ്യം ചില ഓർമ്മകൾ ശരീരത്തിൽ ഇപ്പോഴും ബാക്കിയുണ്ട്. എന്തിനാ അവരെ പറയണേ? സ്വർഗവും നരകവും ഒക്കെ ഒരു തോന്നലാന്ന് പറഞ്ഞാൽ ഇവള് സമ്മതിക്കില്ലല്ലോ. ഇല്ലെന്ന് പറഞ്ഞാലേ ഉള്ളതില്ലാതാവോ? വിശ്വാസമില്ലാത്തൊരു വിശ്വസിക്കണ്ട, അല്ലേ? ദേ ഈ അമ്മയെ എങ്ങനെയാ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കും. ആരെയും പേടിപ്പിക്കാൻ അന്ധവിശ്വാസം പോലെ വേറൊരു ടൂളില്ല. ചിലപ്പോഴത് വളരെ ഡീപ്പ് റൂട്ടഡ് ആയിരിക്കും. അതിനുള്ള ഏക പോംവഴി മാറി ചിന്തിക്കുക എന്നുള്ളതാണ്. മാറി ചിന്തിക്കുക എന്ന് വെച്ചാൽ എന്താ അങ്കിൾ? കർക്കിടക മാസം, തമിഴിൽ ആടി മാസം, ഒരു കാര്യവുമില്ലാതെ കുറേ ചീത്തപ്പേരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ മാസം. പന്നമാസം, പഞ്ഞമാസം, മൂദേവി മാസം, അങ്ങനെ പലതും. ഈ ആടി മാസത്തിൽ പൊതുവേ കച്ചവടം കുറവായിരിക്കും. അങ്ങനെ ഈ കച്ചവടക്കാര് ആടിയെ പഴിച്ചും കരഞ്ഞും ഇരിക്കുമ്പോൾ ഒരാൾ മാത്രം മാറി ചിന്തിച്ചു. അയാൾ എന്ത് ചെയ്തു? കടയുടെ മുന്നിൽ പുതിയൊരു ബോർഡ് തൂക്കി. ആടി ഡിസ്കൗണ്ട് സെയിൽ, കർക്കിടക തള്ളുപടി, കർക്കിടക കിഴിവ്, കർക്കിടക സ്പെഷ്യൽ ഡിസ്കൗണ്ട്. അങ്ങനെ ആകെ ടേൺ ഓവറിന്റെ 25% ഇപ്പൊ കർക്കിടകത്തിൽ നിന്നായി. മൂദേവി മാസം അങ്ങനെ ശ്രീദേവി മാസമായി. ഒരാൾ മാറി ചിന്തിച്ചപ്പോ അതിന്റെ ഗുണം ഒരുപാട് പേർക്ക് കിട്ടി. മഹാത്മജി നോൺ വയലൻസ്, അഹിംസ എന്ന വാദം ഉയർത്തി കാണിച്ചപ്പോ അത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് പുതിയൊരു മുഖമുണ്ടാക്കി. മാറി ചിന്തിച്ചപ്പോൾ EMS വിപ്ലവകാരിയായി. അങ്ങനെ എത്ര ഉദാഹരണങ്ങൾ. ഇതെല്ലാം സംഭവിക്കണമെങ്കിൽ നമ്മളിൽ വിശ്വാസം ഉണ്ടാവണം. അതിനാണ് ബിലീവ് ഇൻ യു. നന്നായിട്ട് സാർ. ഇതിനു മുമ്പ് കേൾക്കാത്തത് കേട്ടപ്പോൾ ഒരു ഫ്രഷ്നസ് തോന്നി. താങ്ക് യു സാർ. സാറേ വളരെ നന്നായിരുന്നു. ഭംഗി വാക്ക് പറയല്ല. നല്ല ക്ലാസ് ആയിരുന്നു അല്ലേ? നമുക്ക് ഇനിയും വരാം. നിനക്ക് എന്ത് തോന്നി? ബിലീവ് ഇൻ യു. ഇടയ്ക്കിടയ്ക്ക് നീ സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യും. അപ്പൊ അതിന്റെ പേടിപ്പിക്കലൊക്കെ അങ്ങ് മാറും. എന്നെ കൂടി ഉദ്ദേശിച്ച കേട്ടോ.